The Muthappan god is a small cult, colorful and dynamic, but of significance merely local to its place of origin at Eriveshi, a small village in Kannur district of the South Indian state of Kerala. Rooted in the Malabar forest, Muthappan is a very ancient cult who became the liberator of the tribals and untouchables, people lowest in the caste system of the hilly eastern region of Western Ghats. The three important places of Muthappan worship are Eriveshi, Kunnathurpadi, and Parashinikadavu on the banks of Valapattanam River. The cult employs the traditional institution of spirit possession and addresses basic human needs like healing, fertility, and also redemption from such contingencies that are beyond human control. According to myth, Muthappan was the adopted son of the childless old Brahmin feudal couple Ayyangara Valunnur and Padikutti, who lived in a remote village of Eriveshi in North Malabar region of Kerala. When Padikutti saw the baby, who was Muthappan, lying on the banks of Eriveshi river, she took him up and considered him to be God's gift. However, as he grew up, the boy went against Brahmin customs and mingled freely with people of lower caste and even started consuming liquor. His unruly behavior provoked the whole village, and his parents demanded that he rectify his ways. A disheartened Muthappan decided to leave his adopted home and took up hunting and soon started wandering as a mendicant. Before departing to the hilly village of Kunnathurpadi, it is said that he was revealed as a divine incarnation born to protect the world. മുത്തപ്പ നമുക്ക് മുത്തപ്പൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ 18/12/2024 വൈകുന്നേരം രാത്രി 8:45 ഞാൻ ആലുവയിൽ നിന്നും പറശ്ശിനിക്കടവിലേക്ക് പുറപ്പെട്ടു. കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിലേക്ക് പുറപ്പെട്ടു. രാവിലെ 7 മണിക്ക് ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോൾ വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും ചേർന്നിട്ടുള്ള തെയ്യമുണ്ടായിരുന്നു, തിരുവപ്പന ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനി നമ്മൾ ഒരു കാൽനട യാത്ര നടത്തുകയാണ്. ഏകദേശം 120 കിലോമീറ്ററോളം നീളുന്ന 5 ദിവസം ത്തോളം എടുക്കുന്ന ഒരു കാൽനട യാത്രയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് ഇത് ഇവിടെ നിന്ന് പറശ്ശിനിക്കടവിൽ നിന്നും ഈ വളപട്ടണം പുഴയുടെ സമീപത്തോടു കൂടി പുരുളിമല എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ തന്നെ മട്ടന്നൂരിനും പേരാവൂരിനും ഇടയ്ക്കുള്ള പുരുളിമല എന്ന് പറയുന്ന മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കും ഇവിടുന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് വീണ്ടും കുന്നത്തുർപ്പാടി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള മുത്തപ്പൻ്റെ മറ്റൊരു ക്ഷേത്രത്തിലേക്കും ഏകദേശം ഒരു 50 കിലോമീറ്ററോളം 45 കിലോമീറ്ററോളം വരും. അങ്ങോട്ടും അവിടെ നിന്ന് ഏരിവേശി എന്ന് പറയുന്ന മുത്തപ്പൻ്റെ ജന്മസ്ഥലത്തേക്കും ചെമ്പേരിക്കടുത്തുള്ള ഏരിവേശി എന്ന സ്ഥലത്തേക്കും നമ്മൾ കാൽനട യാത്ര നടത്തുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ റിസർച്ച് ടോപ്പിക്കായിട്ടുള്ള മുത്തപ്പൻ്റെ ഛായവും ചമയമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു ഇല്ലുസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അത് ഇതാണ്. ഈ ചിത്രം ഏരിവേശിയിലെ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ. നമ്മുടെ ഗവേഷണ യാത്ര തുടരുകയാണ്.
ഇപ്പോൾ ഞാൻ പറശ്ശിനിക്കടവിൽ നിന്നും മയ്യിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഉച്ച സമയമാണ്. പരമാവധി ദൂരം കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, നമ്മുടെ ഗവേഷണ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഞാൻ കുറ്റ്യാട്ടൂർ എന്ന് പറയുന്ന പറശ്ശിനിക്കടവിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം ഒരു 25 കിലോമീറ്റർ കഴിഞ്ഞ് കുറ്റ്യാട്ടൂർ കഴിഞ്ഞിട്ട് ആനപ്പീടിക എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. കുറച്ച് ക്ഷീണിതനാണ്. ഓക്കെ, എന്തായാലും ഇനി ഒരു 7 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാലോട് എന്ന് പറയുന്ന സ്ഥലത്തും അവിടെ ഇന്ന് എവിടെയെങ്കിലും താമസിച്ചിട്ട് നാളെ അതിരാവിലെ യാത്ര പുറപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഗവേഷണ യാത്ര തുടരുകയാണ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള ചാലോട് എന്ന് പറയുന്ന സ്ഥലം എത്താറായിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ടിനടുത്താണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ശ്രീ മുത്തപ്പൻ്റെ ഗവേഷണത്തിൻ്റെ ഡാറ്റ കളക്ഷൻ്റെ 3-ാം ദിവസം. ഇന്നിപ്പോൾ ഞാൻ ചാലോട് കഴിഞ്ഞിട്ട് മട്ടന്നൂർ റൂട്ടിൽ പോവുകയാണ്. പുരുളിമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. മുത്തപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രാത്രിക്ക് അവിടെ എത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ 8 മണിയായപ്പോൾ യാത്ര പുറപ്പെട്ടു. ഓക്കെ, ഇപ്പോൾ ഞാൻ മട്ടന്നൂർ ഇരിട്ടി റൂട്ടിൽ ഒരു മുത്തപ്പ ക്ഷേത്രത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് ക്ഷീണിതനാണ്. വെയിൽ നല്ല ശക്തിയായിട്ടുണ്ട്. മുമ്പോട്ട് തന്നെ പോകുന്നു. ഇനി യാത്ര അവസാനിക്കുന്നത് പുരുളിമലയിലാണ്. പേരാവൂരിനടുത്ത് പുരുളിമലയിൽ. ശ്രീ മുത്തപ്പൻ്റെ ഗവേഷണ യാത്ര 3-ാം ദിവസം ഉച്ച സമയമായി തുടരുന്നു. ശ്രീ മുത്തപ്പൻ്റെ ഗവേഷണ യാത്ര തുടരുന്നു. ഇപ്പോൾ മട്ടന്നൂർ പാലോട്ട് പള്ളിയിൽ നിന്നും ശിവപുരം കാക്കയങ്ങാട് വഴി പുരുളിമലയിലേക്കാണ്. രാത്രിക്ക് അവിടെ എത്തിച്ചേരാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. നല്ല വെയിലുണ്ട്, കനത്ത വെയിൽ. ഓക്കെ, യാത്ര തുടരുന്നു. അങ്ങനെ പുരുളിമലയിലേക്കുള്ള യാത്ര തുടരുന്നു. അതിനിടയ്ക്ക് പോകുന്ന വഴിക്കൊരു തോട് കണ്ടു. അത് ശിവപുരം കഴിഞ്ഞിട്ട് അവിടെ തോട്ടിലിറങ്ങി ഒന്ന് കുളിച്ചു ഫ്രഷായി. ഇനി യാത്ര തുടരുകയാണ്. ഓക്കെ, ശ്രീ മുത്തപ്പൻ്റെ ഗവേഷണത്തിൻ്റെ 3-ാം ദിവസം രാത്രിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്.
ഞാനൊരു അമ്പലത്തിലെത്തുകയും മുത്തപ്പൻ അമ്പലത്തിലെത്തുകയും അവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, അതിൻ്റെ ടെമ്പിൾ ഫംഗ്ഷണറീസിനടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. പക്ഷേ അവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടെന്ന് പറയുകയും, പക്ഷേ പിന്നീട് രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ 9:30 ഒക്കെ ആയി കഴിഞ്ഞാൽ സാധിക്കാൻ പറ്റില്ല എന്ന് പറയുകയും, അതിനിടയ്ക്ക് പാർട്ടിയായി ബന്ധപ്പെട്ട് CPM ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും തിരിച്ചു വരികയും, അങ്ങനെ ഒരു 5 കിലോമീറ്റർ താഴെ ഞാനൊരു നിലത്ത്, വെറും നിലത്ത്, കാട് പോലെയുള്ളൊരു സ്ഥലത്ത് ഒരു സ്കൂൾ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് സമീപം കിടക്കുകയാണ്. കാടാണ്. ഇതൊരു ചരിത്രരേഖയാകട്ടെ അവിടെ കിടന്നുറങ്ങുകയാണ്. അവിടെ കിടന്നുറങ്ങുന്നു. നമുക്ക് എന്തെങ്കിലും അപകടം വരുമോ, പോലീസ് പിടിക്കുമോ? പോലീസ് പിടിച്ചാൽ കുഴപ്പമില്ല, നിയമപരമായിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, അവർ നമ്മളെ സംരക്ഷിക്കും. ഇവിടുത്തെ പാർട്ടിയായി ബന്ധപ്പെട്ടിട്ടുള്ളവർ എന്ത് ചെയ്യുന്നത് നമുക്കറിയില്ല. എന്തായാലും ആട്ടെ. ഓം മുത്തപ്പ നമഃ. ഓം മുത്തപ്പ നമഃ. ശ്രീ മുത്തപ്പൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2ാം ഘട്ട ഫീൽഡ് വർക്ക് ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. 22-ാം തീയതി ചൊവ്വാഴ്ച. നമ്മൾ ഇപ്പോൾ സമയം 12:30 ഇപ്പോൾ ആരംഭിക്കുകയാണ്. 1ാം ഘട്ടത്തിൽ നമ്മൾ 120ഓളം കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പോയെങ്കിൽ കൂടിയും കണ്ണൂർ ജില്ലയിലെ ശിവപുരത്തിനടുത്ത് വെച്ചിട്ട് ചിത്രപീഠം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമുക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല, തിരിച്ചു വരേണ്ടി വന്നു. ഇത് 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് പുറപ്പെടുകയാണ്. നേരെ ശിവപുരത്തേക്കാണ്. ചിത്രപീഠം മുത്തപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് പറശ്ശിനിക്കടവിലേക്കും അവിടെ നിന്ന് കുന്നത്തൂർപ്പാടിയിലേക്കും, കുന്നത്തൂർപ്പാടിയിൽ നിന്ന് ഏരുവേശിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, ട്രെയിനിപ്പോൾ എത്തി. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. മുത്തപ്പ നമഃ. നമ്മുടെ മുത്തപ്പൻ്റെ ഗവേഷണ യാത്രയുടെ 4 ദിവസം. ബുധനാഴ്ച രാവിലെ 5 മണിക്ക്, ഇന്ന് 12:30 ആലുവയിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ 5 മണി കഴിഞ്ഞപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഇരിട്ടിയിലേക്കാണ് യാത്ര. ഇരിട്ടിയിൽ നിന്ന് മുഴക്കുന്നിലേക്ക്, മുഴക്കുന്നിൽ നിന്നും കാൽനടയായിട്ട് പുരുളിമല മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക്, ചിത്രപീഠം മുത്തപ്പ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ മുത്തപ്പ നമഃ. ഞാനിപ്പോൾ ഇരിട്ടിയിലെത്തി. ഇരിട്ടി പഴഞ്ചേരി മുക്കിൽ നിൽക്കുകയാണ്. അങ്ങോട്ട് പുരുളിമലയ്ക്ക് പോകാനുള്ള ബസ് കാത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ മുത്തപ്പ നമഃ. ഞാനിപ്പം ഇരിട്ടി പേരാവൂർ റൂട്ടിൽ മുരിങ്ങോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്നും പുരുളിമലയിലെ മുത്തപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, ചിത്രപീഠത്തിലേക്ക്. പക്ഷേ ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്, മുത്തപ്പൻ്റെ ക്ഷേത്രങ്ങളുള്ള ഈ പുരുളിമലയിൽ ധാരാളം മുത്തപ്പൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. ചെറിയ മുത്തപ്പ ക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമായ ഉദയംകുന്ന് മുത്തപ്പൻ മടപ്പുറയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ ഇവിടുന്ന് ഞാൻ ഇനി കാൽനടയാത്രയായിട്ട് 5 കിലോമീറ്റർ മുകളിലേക്കുള്ള ചിത്രപീഠം മുത്തപ്പൻ മടപ്പുറയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ മുത്തപ്പ നമഃ. മുത്തപ്പ നമഃ. ഇവിടെ പെരിങ്ങനം പേരാവൂർ മുരിങ്ങോടി നിന്നും 5 കിലോമീറ്റർ മുകളിൽ പെരിങ്ങനം എന്ന സ്ഥലത്തു നിന്നും ചിത്രപീഠം എന്ന് പറയുന്ന മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് 5 കിലോമീറ്ററുകളുണ്ട്. നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്.
ഓം മുത്തപ്പ നമുക്ക് നമ്മൾ പേരാവൂർ മുരിങ്ങോടിയിൽ നിന്നും 4 കിലോമീറ്റർ മുകളിൽ പെരിങ്ങനം എന്ന മുത്തപ്പ ക്ഷേത്രത്തിലെത്തി. അവിടെ നിന്നും ചിത്രപീഠം മുത്തപ്പ ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററുകളുണ്ട്. വലിയ കുന്നാണ്. റോഡ് നല്ലതാണ്. ഇപ്പോൾ ഞാൻ പോകുന്ന റോഡ് നല്ലതാണ്, പക്ഷേ നല്ല ഉയരത്തിലുള്ള സ്ഥലമാണ്. ചെങ്കുത്തായ കയറ്റമാണ്. യാത്ര തുടരുന്നു. മുത്തപ്പൻ്റെ ഗവേഷണ യാത്ര തുടരുന്നു. ഓം മുത്തപ്പ നമുക്ക്. ഓം മുത്തപ്പ നമുക്ക്. നമ്മുടെ മുത്തപ്പൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ദിവസത്തിൻ്റെ ഇന്ന് 23/1/2025 ബുധനാഴ്ച ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ചിത്രപീഠം പുരുളിമല ചിത്രപീഠം ക്ഷേത്രത്തിലേക്കുള്ള തിരിയുന്ന വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. യാത്ര തുടരുന്നു. നമ്മുടെ യാത്ര തുടരുന്നു. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകത ലാറ്ററൈറ്റ് സോയിലാണുള്ളത്. കടുപ്പമേറിയ വെട്ടുകല്ല് അങ്ങനെയാണുള്ളത്. അപ്പോൾ അത് യാത്രയിലൂടെ എനിക്കത് ബോധ്യപ്പെട്ടു. മുത്തപ്പ നമുക്ക് ഗവേഷണ യാത്ര തുടരുന്നു. ഇപ്പോൾ നമ്മൾ പുരുളിമല ചിത്രപീഠം മുത്തപ്പ ക്ഷേത്രം ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. നേരത്തെ കണ്ട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇപ്പം മുകളിലേക്ക് കയറി. അവിടുന്ന് ഇനിയും ഒരു 1 കിലോമീറ്റർ കൂടി ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇവിടുന്ന് നാട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. യാത്ര തുടരുന്നു. നല്ല വെയിലായിട്ടുണ്ട്. അതൊന്നും വകവെക്കാതെ മുമ്പോട്ട് തന്നെ നീങ്ങുന്നു. മുത്തപ്പ നമുക്ക് ക്ഷേത്രത്തിൻ്റെ സമീപം എത്തിയിരിക്കുന്നു. ഇതാണ് പുരുളിമല ശ്രീ മുത്തപ്പ ക്ഷേത്രം. എരുവേശിയിൽ ഉത്ഭവിച്ച എരുവേശിയിൽ ജന്മം കൊണ്ട ശ്രീ മുത്തപ്പൻ അവിടെ നിന്നും കുന്നത്തൂർപ്പാടിയിൽ നിന്ന് പുരുളിമലയിലേക്കും പുരുളിമലയിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്കും വന്നു. അപ്പോൾ ഇത് എൻ്റെ റിസർച്ചിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്, പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇവിടെ ഉച്ചസമയമാണ്. ഇവിടെ ഇപ്പോൾ ആരുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. മുത്തപ്പൻ്റെ തെയ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇവിടെ വെള്ളാട്ടം നടക്കാറുണ്ട്, അതുപോലെ തന്നെ തിരുവപ്പനയും നടക്കാറുണ്ട്. ഓം മുത്തപ്പ നമുക്ക്. ഓം മുത്തപ്പ നമുക്ക്. മുത്തപ്പൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കുന്നത്തൂർപ്പാടിയിലേക്കാണ്. അതായത് എരുവേശിയിൽ നിന്ന് മുത്തപ്പൻ അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ ഇല്ലത്തു നിന്നും പുറത്താക്കിയപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നത് ആദിവാസികൾക്ക് വേണ്ടി അവരോടൊത്ത് ജീവിക്കുന്നതിനും അവർക്ക് വേണ്ടി പടപൊരുതുന്നതിനും അവരോടൊപ്പം വേട്ടയ്ക്ക് പോയും ഒക്കെ ജീവിച്ചിരുന്ന സ്ഥലമായിട്ടുള്ള കുന്നത്തൂർപ്പാടിയിലേക്കാണ്. ഈ കുന്നത്തൂർപ്പാടി ഏകദേശം 2000-ലധികം സമുദ്രനിരപ്പിൽ നിന്ന് 2000-ലധികം ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്. ഒരു ഹിൽ സ്റ്റേഷനാണ്. ഞാനിവിടേക്ക്
താഴത്തെ ജംഗ്ഷനിൽ പൈസക്കരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഓട്ടോറിക്ഷയ്ക്കാണ് എത്തിയത്. നടന്നു വരാനുള്ള ശേഷിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എത്തി. ഇവിടെ ഇപ്പോൾ ഉത്സവകാലമല്ല. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ തെയ്യമൊന്നുമില്ല. ഓക്കെ, ഇതാണ് മുത്തപ്പൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം. 4 ക്ഷേത്രങ്ങളിൽ മുത്തപ്പൻ ജനിച്ച എരുവേശി, അത് കഴിഞ്ഞിട്ട് കുന്നത്തൂർപ്പാടി, അത് കഴിഞ്ഞ് പുരുളിമല, അത് കഴിഞ്ഞിട്ട് പറശ്ശിനിക്കടവ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നായ കുന്നത്തൂർപ്പാടി ക്ഷേത്രം. മുത്തപ്പൻ നമുക്ക് എൻ്റെ ശ്രീ മുത്തപ്പൻ്റെ ഗവേഷണയാത്രയുടെ അവസാനത്തെ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. അവസാനത്തെ പോയിന്റിൽ ഏരുവേശിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കുന്നത്തൂർപ്പാടിയിൽ നിന്ന് ഏരുവേശിയിലേക്കാണ്. ഏരുവേശിയാണ് മുത്തപ്പൻ്റെ ജന്മസ്ഥാനം. അവിടെ ഏരുവേശി മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 3 ക്ഷേത്രങ്ങൾ പിന്നിട്ടിട്ട്, മുത്തപ്പൻ ക്ഷേത്രങ്ങൾ പിന്നിട്ടിട്ട് അവസാനം ഇവിടെ എത്തിയിരിക്കുന്നു. ശ്രീ മുത്തപ്പൻ ജന്മസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുത്തപ്പൻ്റെ ചരിത്രത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഇത് എത്തിച്ചേർന്നുള്ള ശ്രീ സജീവ് അദ്ദേഹം നമ്മുടെ മുത്തപ്പ ചരിത്രത്തെ പറ്റി ശരിയായ രീതിയിൽ പഠിച്ച് അതിൽ ഡോക്ടറേറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ മുത്തപ്പൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഈ ഏരുവേശിയിൽ നിന്നും, ഈ പുണ്യഭൂമിയായിട്ടുള്ള തിരുവൻകടവിൽ നിന്നാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ച നമ്മുടെ ചെറിയ മുത്തപ്പൻ്റെ വെള്ളാട്ടത്തിൻ്റെ ഛായാചിത്രം വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം മുത്തപ്പനെ ലഭിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇവിടെ അയ്യങ്കര ഇല്ലത്ത് പാർവതിക്കുട്ടി അന്തർജനത്തിന്, പാടിക്കുട്ടി അമ്മ എന്ന് പറയുന്ന പാർവതിക്കുട്ടി അന്തർജനത്തിന് ഈ തിരുവൻകടവിൽ വെച്ചിട്ട് മൂത്തെടുത്ത അരമനയിൽ കുളിക്കാൻ വന്നപ്പോൾ തിരുനെറ്റി കലിങ്ങലാണ് ലഭിച്ചത്. അതിനുശേഷം അദ്ദേഹം വളർന്നത് അയ്യങ്കര ഇല്ലത്താണ്. പക്ഷെ ഒരു ഇല്ലത്തിന് യോജിച്ച രീതിയിലല്ലാതെ ജീവിത രീതി കാട്ടാളന്മാരുടെ കൂടെ ചേർന്നുകൊണ്ട് അണ്ണാനെയും പക്ഷിയെയും ഒക്കെ വേട്ടയാടി പിടിച്ച് ചുട്ടു നിന്നുകയും പുഴയിൽ നിന്ന് മീനെ മത്സ്യബന്ധനത്തിലൂടെ പിടിച്ച ശേഷം അത് വേവിച്ച് കഴിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്പൂതിരിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളർത്തച്ഛനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ വിശ്വരൂപം തൻ്റെ വളർത്ത് മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും അതേ തുടർന്ന് അദ്ദേഹം കുന്നത്തൂരേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ പ്രദീപ് സാറിനോട് പറയാനുള്ളത്, ഈ ജന്മസ്ഥാനം തൊട്ട് ഇവിടുത്തെ ഓരോ സ്ഥലവും അദ്ദേഹം കളിച്ചു വളർന്ന ഇടയടത്തരമനയും അടുക്കളക്കുന്നും വൈരാങ്കോട്ടവും ഒലേനാർക്കാവും അതുപോലെ വെണ്ണായിക്കടവും കുന്നത്തൂർ വരെയുള്ളതും, അതിനുശേഷം കുന്നത്തൂർ അദ്ദേഹം പോയ ഉരുളിമലയിലെയും പറശ്ശിനിക്കടവിലെയും കണ്ണപുരത്തിൻ്റെ എല്ലാം ചരിത്രം നമ്മുടെ ഈ തളിപ്പറമ്പ് താലൂക്കിൻ്റെ ചുറ്റുമായിട്ടാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രബന്ധം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രബന്ധം. മറ്റ് കണ്ണൂരും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ ഇരുന്നിട്ട് മുത്തപ്പൻ്റെ ചരിത്രം എഴുതുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ PhD ചെയ്യാൻ വേണ്ടി അദ്ദേഹം നമ്മുടെ ഭഗവാന്റെ മുത്തപ്പൻ്റെ അവതാര ഉദ്ദേശം തന്നെ തിരഞ്ഞെടുക്കുന്ന അദ്ദേഹത്തിന് ഈ തിരുവൻകടവ് കമ്മിറ്റിക്ക് വേണ്ടി അതിന് തന്നെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന് ഇത് നല്ല രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ഇത് പൂർത്തീകരിച്ച് PhD നേടാൻ ശ്രീ മുത്തപ്പൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മുത്തപ്പനെ സംബന്ധിച്ച് അവതാരമാണ്. അതൊരു ഗവേഷണം ചെയ്യുന്ന ഒരു ദേവനല്ല. ഇതും കൂടി പറഞ്ഞു, ഗവേഷണ നിർദ്ദേശ രീതിയല്ല. ഇത് ഗവേഷണവും മറ്റുള്ള ചെയ്യേണ്ട ദേവനല്ല. ഇതൊരു അവതാരം, സാക്ഷാ മഹാവിഷ്ണു. ഈ അവതാരത്തെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാത്ത കൊണ്ടിരുന്നാൽ റിസർച്ച് ചെയ്യേണ്ടതുണ്ടോ, ഡോക്ടറേറ്റ് നേടേണ്ടതുള്ള ദേവനല്ല, സാക്ഷാത് അവതാരം. അത് മനസ്സിലാക്കാം. മറ്റ് തെയ്യം പോലെ, മലബാറിലെ തെയ്യം പോലെയല്ല. മുത്തപ്പനെ സംബന്ധിച്ച് വ്യക്തമായ
രേഖകളില്ല. രേഖകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറമുള്ള അവതാരമാണ്. കലിയുഗത്തിൽ ഒരു പ്രത്യേക ധർമ്മ സംസ്ഥാനത്തിന് വേണ്ടി അവതരിച്ചത്. അപ്പോൾ മനസ്സിലാക്കാനുള്ളത് ഇത് ദേവന് ഗവേഷണം നടത്തിയിട്ട് ഡോക്ടറേറ്റ് നേടേണ്ട ഒരു വിഷയമല്ല എന്നും കൂടി പറയുന്നു. അല്ല, അദ്ദേഹം പിന്തുടർന്ന് വരുന്ന ചരിത്ര സത്യങ്ങളാണ് തേടുന്നത്. അതിൽ തെറ്റില്ല. അത് ഡോക്ടറേറ്റ് നേടാനുള്ള അല്ല, വാമൊഴിയായി വന്ന ചരിത്ര സത്യങ്ങൾ തേടി അതിൽ ഡോക്ടറേറ്റ്, അത് ഏത് വിഷയത്തിലും ഡോക്ടറേറ്റ് എടുക്കാൻ ഇന്ത്യയിൽ അവകാശമുണ്ട്. ഇതിൽ പറ്റില്ല. മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റേ തെയ്യം ഗവേഷണം എന്ന് പറഞ്ഞ രീതിയിൽ അപ്പോൾ ഇവിടെ ഞാൻ ജനിച്ച നാട് ഇവിടെ എൻ്റെ അമ്മയുടെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ചതാണ്. അപ്പോൾ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വിഷയം എൻ്റെ മനസ്സിലേക്ക് വന്നത്. പ്രത്യേകിച്ച് കൊറോണ കാലത്ത് ഇതിനെ ആലോചിച്ചപ്പോൾ റിസർച്ച് ചെയ്യാനുള്ള ടോപ്പിക്കിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോൾ വളരെ അവിചാരിതമായിട്ട് ഇത് വരികയും അപ്പോൾ ഏരുവേശി വളരെ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴായിട്ട് മനസ്സിലാക്കി. കാരണം ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിൽ യൂണിവേഴ്സിറ്റിയിലും ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ മുത്തപ്പനെ പറ്റിയുള്ള ഗവേഷണങ്ങളുണ്ടെങ്കിൽ കൂടിയും അവിടെ ഒന്നും ഏരുവേശിയെ പറ്റി ഒരു 2 സെൻറ്റൻസ് അല്ലാതെ ഒരു പാരഗ്രാഫ് പോലും ഇല്ല. അപ്പോൾ അത് വളരെ വേദനാനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ ഈ ജനിച്ച് വളർന്ന നാട്ടിൽ ഉള്ള മുത്തപ്പനെ വേറെ നാടുകളിൽ ഉള്ളതായിട്ട് കാണിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏരുവേശിയാണ് മുത്തപ്പൻ്റെ ജന്മസ്ഥാനം എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഏരുവേശി ട്രഡീഷൻ എന്നുള്ള ടോപ്പിക്ക് തന്നെ എടുത്ത്. ടോപ്പിക്ക് ഇതാണ്: ദ കോസ്റ്റ്യൂം ആൻഡ് ഡെക്കറേഷൻ ഓഫ് ശ്രീ മുത്തപ്പൻ ഗോഡ് ഓഫ് നോർത്ത് മലബാർ ഇൻ കേരള വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഏരുവേശി. അങ്ങനെ ഏരുവേശിക്ക് ആ ടോപ്പിക്കിനകത്ത് ഏരുവേശി എന്ന് പ്രത്യേകമായി പരാമർശിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ സിനോപ്സിസ് കൊടുത്ത് അത് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. ഏരുവേശിയിലാണ് എന്നുള്ളത് അവർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഛായാചിത്രം എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിലുള്ള ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായ രീതിയിലുള്ള പെർഫെക്ഷൻ ഇതിനകത്തില്ല. അത് മനഃപൂർവ്വം തന്നെയാണ് ചെയ്യാണ്ടിരുന്നത്. കാരണം നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കി നിർത്തുന്നത് അതിനകത്ത് ഇൻകംപ്ലീറ്റ്നെസ് വേണം. ഞാനിത് ഇവിടെ ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറും. ഇവിടെ എവിടെയെങ്കിലും പറ്റും.